കൊടുവള്ളിയിൽ തട്ടിക്കൊണ്ടുപോയ അനൂസ് റോഷനെ കണ്ടെത്തി. യുവാവിനെ കണ്ടെത്തിയത് കൊണ്ടോട്ടിയിൽ നിന്നാണ്. അനൂസിന്റെ പിതാവ് റഷീദ് ഇപ്പോൾ നമുക്ക് ചേരുന്നു. ശ്രീ റഷീദ്, മകനെ കണ്ടെത്തി, ആശ്വാസം, സമാധാനം അല്ലേ? സമാധാനം, വളരെ സമാധാനം. അനൂസുമായിട്ട് ഫോണിൽ സംസാരിച്ചോ റഷീദ്? സംസാരിച്ചു. സുഖമായിട്ടിരിക്കുന്നവൻ? സുഖമായിട്ടിരിക്കുന്നു, കുഴപ്പമില്ല. എന്താ പറ്റിയെന്ന് പറഞ്ഞോ? അതൊന്നും വിശദീകരിച്ചിട്ടില്ല. ഡിവൈസ് തന്നെ വിളിച്ചു. റഷീദ് തന്നെ എന്റെ മകനെ കിട്ടി, എന്റെ കയ്യിലുണ്ട്. ഞാൻ ഫോൺ കൊടുത്തു. ഞാൻ ആദ്യം ഈ പരിപാടി ഈ സംഭവം നടന്ന മുതൽ ഇന്നലെ വൈകുന്നേരം വരെ ഏഷ്യാനെറ്റിന് കൊടുത്ത കാര്യങ്ങളിൽ ഞാൻ പോലീസിൽ അർപ്പിച്ച വിശ്വാസത്തിൽ അത് തെറ്റിയിട്ടില്ല എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. എന്നാലും മകനെ വീട്ടിൽ വന്നൊരു സംഘം തട്ടിക്കൊണ്ടുപോകുന്ന സാഹചര്യം എന്താണ് എന്ന് എന്തെങ്കിലും ധാരണയുണ്ടോ ശ്രീ റഷീദ്? അത് കുറെ ചില പ്രശ്നങ്ങളുണ്ട്. അതിനെക്കുറിച്ച് ആശ്മി നമുക്ക് പിന്നീട് സംസാരിക്കും. ഇപ്പൊ ഞാൻ അങ്ങനത്തെ സിറ്റുവേഷനിലല്ല. പ്ലീസ് സമാധാനമായിരിക്കൂ. എന്തായാലും അവന് വേറെ പരിക്കുകളും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ? ഒന്നുമില്ല, വളരെ സുഖമായിട്ടിരിക്കുന്നു, ഹാപ്പിയാണ്. മകനോട് എവിടെയാണ് ഇവർ ഇറക്കി വിട്ടത് എന്നതിനെ ചോദിച്ചോ? ഇല്ല, ഒന്നും സംസാരിച്ചിട്ടില്ല. കാരണം അവൻ കിട്ടി, അവനോട് സുഖവിവരങ്ങൾ അന്വേഷിച്ചു. അപ്പൊ സാറ് പറഞ്ഞു ഞങ്ങൾ കൊടുവള്ളിക്ക് വരികയാണെന്ന് DSP സാറ് പറഞ്ഞു. അപ്പൊ നിങ്ങൾ അങ്ങോട്ട് പോവാണോ അതോ അവരിങ്ങോട്ട് വരുമോ? അവരെത്തിയിട്ട് വിളിക്കാന്നാ പറഞ്ഞു, സ്റ്റേഷനിൽ എത്തിയിട്ട് വിളിക്കാന്നാ പറഞ്ഞു. ഓ ഷുവർ. അപ്പോൾ ഓക്കെ താങ്ക് യു റഷീദ്. സമാധാനമായിട്ടിരിക്കും. എന്തായാലും അഭിജിത്ത് മുഴക്കം തുടരുന്നുണ്ട്. അഭിജിത്ത്, അപ്പോൾ യുവാവിനെ കൊണ്ടോട്ടിയിൽ നിന്ന് ഒരു 5 ദിവസത്തിന് ശേഷം കണ്ടെത്തുകയാണ്. വീട്ടിൽ നിന്നും ശനിയാഴ്ച വന്ന് ഇറങ്ങി പിടിച്ചുകൊണ്ട് പോയതാണ്. അദ്ദേഹത്തിൻ്റെ പിതാവ് പറയുന്ന ചില കാര്യങ്ങൾ അതിലുണ്ട്. ആ കാര്യങ്ങൾ ഇപ്പോൾ സംസാരിക്കാൻ പറ്റും. മാനസികാവസ്ഥയിലല്ല, കുറ്റം പറയാൻ കഴിയില്ല, അതങ്ങനെ തന്നെയാണല്ലോ. പക്ഷേ ആ സംഭവത്തെപ്പറ്റി പോലീസൊക്കെ വളരെ വിശദമായി തന്നെ ആ സാഹചര്യങ്ങൾ അന്വേഷിക്കില്ലേ? വിദേശത്തുള്ള അജ്മലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അഭിജിത്ത്? കൊണ്ടുപോകലിന് പിന്നിലെ കാരണം എന്നത് അറിയേണ്ടതുണ്ട്. കാരണം ഒരു യുവാവിനെ 21 യുവാവിനെ കൊടുവള്ളി കൗൺസിലർ ശ്രീ VP അഷ്റഫ് ചേരുന്നുണ്ട്. ശ്രീ അഷ്റഫ്, ഈ സംഭവത്തെ പറ്റി നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ എന്താണ്? ഇപ്പോൾ വീട്ടിൽ നിന്ന് വന്ന് ഒരു 21 വയസ്സുകാരനെ തട്ടിക്കൊണ്ട് പിടിച്ചുകൊണ്ട് പോവുക എന്നൊക്കെ പറയുന്നത് അത്ര സ്വാഭാവികമല്ലല്ലോ ശ്രീ അഷ്റഫ്? തീർച്ചയായിട്ടും ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ പലപ്പോഴും ഞങ്ങളുടെ ആശങ്കകളും കാര്യങ്ങളും ഒക്കെ ഞങ്ങൾ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഒരു കുഗ്രാമത്തിൽ ഒരു ചെറിയ ഒരു റോഡിന് കയറി വന്നുകൊണ്ടാണ് ഒരു വീട്ടിലേക്ക് അതിക്രമിച്ച് കയറി ആയുധങ്ങൾ കാണിച്ച് പേടിപ്പിച്ച് ആളുകളെ പിടിച്ച് കാറിൽ വലിച്ചയച്ച് കൊണ്ടുപോകുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുള്ളത്. അത് തീർത്തും വളരെ പ്രയാസം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. മനുഷ്യന്റെ സ്വൈര്യ ജീവിതത്തെ ബാധിക്കുന്ന ഒരു വിഷയം തന്നെയാണ്. ഏതോ കൊട്ടേഷൻ സംഘമാണെന്നാണ് കരുതേണ്ടതല്ലേ ശ്രീ അഷ്റഫ്? ഞങ്ങൾ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. അല്ലാതെ ഒരു സാധാരണക്കാരായ ആളുകൾക്കൊന്നും അത്തരത്തിലുള്ള ഒരു നടപടിക്ക് കഴിയില്ല എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ചെറിയ പയ്യനാണ്, 10-21 വയസ്സേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തവരോട് എന്താണ് ഇപ്പോൾ അതിൻ്റെ പിന്നിലുള്ള കാര്യവും കാരണം എന്തോ ആവട്ടെ, പക്ഷെ അതിന് ഈ പറഞ്ഞ 21-കാരൻ അതിൻ്റെ പിഴയെടുക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ കടുത്ത ശിക്ഷ അവർക്ക് വാങ്ങിക്കൊടുത്തേ മതിയാവും അല്ലേ ശ്രീ അഷ്റഫ്? തീർച്ചയായിട്ടും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കുഞ്ഞുമോൻ എന്ന് പറയുന്നത് വളരെ പാവപ്പെട്ട, ചെറിയ വിഷയങ്ങൾക്ക് പോലും പേടിയാവുന്ന അത്തരത്തിൽ പ്രവർത്തിക്കുന്ന, എല്ലാവരോടും വളരെ സൗമ്യമായി പ്രവർത്തിക്കുന്ന ഒരു കുഞ്ഞുമോനാണ് ഈ അനൂസ് റോഷൻ എന്ന് പറയുന്നത്. ഇവനെ അങ്ങനെ പിടിച്ചുകൊണ്ടുപോയി തട്ടിക്കൊണ്ടുപോയി ഒരു പ്രയാസം ഉണ്ടാക്കാന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ടും മാനസികമായൊക്കെ വലിയ പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും എന്ന് തന്നെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇപ്പൊ കുറച്ചു നേരത്തെ DSP സാറുടെ ഫോണിൽ നിന്ന് അനൂസ് വിളിച്ചിരുന്നു. വലിയ പ്രയാസങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൊടുവള്ളി സ്റ്റേഷനിലേക്ക് വന്ന ഉടനെ ഞങ്ങൾ കാണാൻ വേണ്ടി അങ്ങോട്ട് പോകാൻ നിൽക്കുകയാണ്. ഞങ്ങളൊക്കെ ഇവിടെ റഷീദ്ക്കാരുടെ അനൂസിന്റെ വീട്ടിലുണ്ട്. അനൂസിന്റെ സഹോദരനുമായി ബന്ധപ്പെട്ട എന്തോ ചില കേസുകളെ പറ്റിയോ സാമ്പത്തിക ഇടപാടുകളെ പറ്റിയൊക്കെ കേൾക്കുന്നുണ്ട്. അതിനെപ്പറ്റി നിങ്ങൾക്ക് അറിയുമോ അഷ്റഫ്? കൃത്യമായിട്ട് ഞങ്ങൾക്കറിയില്ല. അങ്ങനെ ചില വിഷയങ്ങൾ പറഞ്ഞു കേൾക്കുന്നുണ്ട്. പിന്നെ ഞങ്ങളത് അജ്മൽ റോഷന്റെ ചോദിച്ചാൽ മാത്രമേ നമുക്ക്, അജ്മലിനോട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ അതുമായി ബന്ധപ്പെട്ട ഒരു കൃത്യമായ കാര്യം ഞങ്ങൾക്ക് പറയാൻ സാധ്യമാകുള്ളൂ. ഓക്കെ, താങ്ക് യു ശ്രീ അഷ്റഫ്. എന്തായാലും അജ്മലിനോട് കാര്യങ്ങൾ ചോദിക്കണം. അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് പരിഹരിക്കണം. അതാ എന്തെങ്കിലും ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ വീട്ടിലിരിക്കുന്ന വീട്ടുകാരൊക്കെ അനുഭവിക്കുക, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നേരിടുക എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം സങ്കടവും വേദനാജനകവുമാണ്. എന്തായാലും ഇവർ ചെറിയ ടീമല്ല, ഗുണ്ടാ സംഘമാണ്. ഇപ്പോൾ ഒരു വീട്ടിൽ കയറി ആയുധമൊക്കെ കാണിച്ച് ഒരു പയ്യനെ ഇറക്കൊണ്ട് പോകുകയെന്ന് പറഞ്ഞാൽ സാധാരണക്കാർ ചെയ്യുന്ന പണിയല്ല. അപ്പോൾ അത് ക്രിമിനൽ പ്രവർത്തനമാണ്, ക്രിമിനലുകളാണ്. അവർ അറസ്റ്റിലായിട്ടുണ്ട് 2 പേർ എന്നാണ് അറിയാനും കഴിയുന്നത്. ഇപ്പോൾ അഭിജിത്ത് മുഴക്കം ചേരുന്നു. അഭിജിത്ത്, എന്തായാലും അദ്ദേഹത്തിൻ്റെ പിതാവ് പറയുന്നത് ഏതെങ്കിലും തരത്തിൽ പരിക്കൊന്നുമില്ല, ഏതെങ്കിലും തരത്തിൽ പ്രശ്നങ്ങളില്ല എന്നാണ് പറയുന്നത്. നമ്മൾ നേരത്തെയും കോഴിക്കോട്, കൊടുവള്ളി ഒക്കെ കൊണ്ടോട്ടിയൊക്കെ കേന്ദ്രീകരിച്ച്, അത് പക്ഷേ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടൊക്കെയാണ്.
സ്വർണ്ണക്കടത്ത് പൊട്ടിക്കൽ സംഘം എന്നുമായി ബന്ധപ്പെട്ട അവരുടെ ഒരു അധോലോകമുണ്ട് എന്ന് നമുക്ക് നേരത്തെ വ്യക്തമായതാണ്. സമാനമായ രീതിയിൽ അവരുടെ ഒരു സമാന്തര കോടതി, സമാന്തര ശിക്ഷാവിധി ഒക്കെ നമ്മൾ നേരത്തെ പല വാർത്തകൾ കണ്ടതാണ്. അപ്പോൾ എന്താണ് ഇതിൻ്റെ പിന്നിൽ എന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ടോ?